നാൽപ്പതുകാരിയുടെ പ്രണയം ഭാഗം 32. കഥ ഇതുവരെ. 40 വയസ്സുള്ള രണ്ടാം വിവാഹക്കാരിയായ ഡോക്ടറായ സമ്പന്ന കുടുംബത്തിലുള്ള ഒരു പെൺകുട്ടി. അവളാണ് ഈ കഥയിലെ നായിക. 32 വയസ്സുള്ള സൂപ്പർ മാർക്കറ്റിലെ തൊഴിലാളിയായ ഒരു സാധാരണക്കാരനായ ചെറുപ്പക്കാരൻ. അവനാണ് ഈ കഥയിലെ നായകൻ. വീട്ടുകാരുടെ സമ്മർദ്ദത്തിന് മുന്നിൽ രണ്ടുപേരും ഇഷ്ടമില്ലാതെ വിവാഹം കഴിക്കാൻ തീരുമാനിക്കുന്നു. 1 വർഷം കൊണ്ട് പിരിയാമെന്ന ഉറപ്പോടെ. രണ്ടുപേർക്കും താല്പര്യമില്ലാതെ അവർ ആദ്യ രാത്രിയിലെത്തുന്നു. കഥ ഇതുവരെയാണ്. ബാക്കി കഥ കേൾക്കാം. പുരുഷനെ വിശ്വസിക്കാൻ കഴിയാതെ തൻ്റെ ആദ്യ വിവാഹത്തിലെ മുറിവുകളുമായി മീനു ജയ്യെ കെട്ടിയിടുന്നു. മീനു തന്നെ ബന്ദിയാക്കിയതിൻ്റെ വേദനയിൽ നീറുകയായിരുന്നു ജയ് ആ രാത്രി. ആ മുറി ഒരു സാധാരണ ബെഡ്റൂം ആയിരുന്നില്ല. ഒരു രാജകീയ സ്യൂട്ട് പോലെ ഒരുക്കിയ മുറിയായിരുന്നു അത്. വലിയ മരക്കട്ടിലിന് മുകളിൽ വെളുത്ത സിൽക്ക് ബെഡ്ഷീറ്റ് വിരിച്ചിരിക്കുന്നു. ചുറ്റും മൃദുവായ ലൈറ്റുകൾ, ഭിത്തികളിൽ വിലയേറിയ പെയിൻറ്റുകൾ. മുറിയുടെ ഒരു വശത്ത് ഒരു വലിയ ഗ്ലാസ് ജനൽ. അതിലൂടെ പുറത്തുള്ള ലൈറ്റുകൾ മുറിയിലേക്ക് പതുങ്ങിക്കയറുന്നു. മീനുവിൻ്റെ ഏട്ടന്മാർ വളരെ ശ്രദ്ധയോടെ ഒരുക്കിയ ആദ്യ രാത്രിയായിരുന്നു. ആ മുറിയിൽ അവരുടെ രാജകീയത വിരിഞ്ഞിരിക്കുന്നു. എന്നാൽ ജയ്ക്ക് ആ മുറിയിലെ ആഡംബരമോ രാജകീയതയോ അനുഭവിക്കാൻ സാധിച്ചില്ല. കാരണം ബന്ദിയാക്കിയ ഒരുവൻ്റെ മാനസികാവസ്ഥയ്ക്ക് ആഡംബരത്തിനും എന്ത് വിലയാണുള്ളത്? ജയ് തൻ്റെ ശരീരം ശരിക്കുമൊന്ന് നോക്കി. കൈകളും കാലുകളും ചലിക്കാൻ സാധിക്കുന്നില്ല. അവൾ നന്നായി കെട്ടിയിരിക്കുന്നു. ഈ കട്ടിലിൽ ബന്ദിയായി ഈ രാത്രി താൻ നേരം വെളുപ്പിക്കണം. അതിനു മാത്രം എന്ത് തെറ്റാണ് താൻ ചെയ്തത്? ജയ്യോട് തന്നെ സ്വയം ചോദിച്ചു. ജയ് മീനുവിനെ ഒന്ന് നോക്കി. അവളൊന്നും സംഭവിക്കാത്തതുപോലെ അതേ കട്ടിലിൽ കിടന്നുറങ്ങുന്നു. ഇവളും ഒരു പെണ്ണാണോ? ഇവൾ എന്തിനാണ് തന്നോട് ഇങ്ങനെ ചെയ്യുന്നത്? മോശമായ ഒരു വാക്ക് പോലും ഇവളോട് താൻ പറഞ്ഞിട്ടില്ല. എന്നിട്ടും എന്തുകൊണ്ട് ഇവൾ തന്നെ അവിശ്വസിക്കുന്നു? ഇത്രമാത്രം ക്രൂരത തന്നോട് കാണിക്കാൻ മാത്രം താൻ ചെയ്ത തെറ്റെന്താണ്? എത്ര ആലോചിച്ചിട്ടും മീനു തന്നോട് എന്തിനാണിങ്ങനെ പെരുമാറുന്നതെന്ന് ജയ്ക്ക് മനസ്സിലായില്ല. അവൻ സ്വയം ചോദ്യങ്ങൾ ചോദിച്ചു കൊണ്ടേയിരിക്കുന്നു. ആ രാത്രി ഒന്ന് വെളുപ്പിക്കണം. പുലരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവൻ കിടന്നു. കണ്ണുകൾ ചിമ്മി. എത്ര ശ്രമിച്ചിട്ടും അവന് ഉറങ്ങാൻ സാധിക്കുന്നില്ല. ബന്ദിയായി ഉറങ്ങുക എന്ന് പറയുന്നത് അത്ര പെട്ടെന്ന് കഴിയുന്ന കാര്യമല്ലല്ലോ. ജയ്ക്കും അത് സാധിച്ചില്ല. അതും അപ്രതീക്ഷിതമായി. താൻ വിവാഹം കഴിച്ച തൻ്റെ പെണ്ണ് തന്നെ ബന്ദിയാക്കി. ഒരു പക്ഷേ ഇന്ന് വരെ ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരു കാര്യം. ജയ് എത്ര ശ്രമിച്ചിട്ടും തൻ്റെ കണ്ണുകളോട് ഉറങ്ങണമെന്ന് പ്രാർത്ഥിച്ചിട്ടും അപേക്ഷിച്ചിട്ടും അത് നടന്നില്ല. തനിക്കറിയാവുന്ന ദൈവങ്ങളെയൊക്കെ ജയ് മനസ്സുരുക്കി വിളിച്ചു. എനിക്കൊന്ന് ഉറങ്ങാൻ സാധിക്കണേ. ഈ രാത്രി ഒന്ന് വെളുപ്പിക്കണേ. ഈ മുറിയിലെ ആഡംബരവും തൻ്റെ ഈ അവസ്ഥയും ജയ്ക്ക് താങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. മുറിയിലെ AC-യുടെ തണുപ്പ് കൂടിക്കൊണ്ടുവരികയായിരുന്നു. ജയ്ക്ക് അത് പതിവില്ലായിരുന്നു. ഫാനിൻ്റെ ചൂടിലും തണുപ്പിലും ഉറങ്ങി ശീലിച്ച ജയ്ക്ക് AC ഒരു പുതിയ അനുഭവം തന്നെയായിരുന്നു. എങ്കിലും ജയ് സഹിച്ചു. തൻ്റെ ശരീരം ആ തണുപ്പിനോട് എതിർക്കുകയാണ് ജയ്ക്ക് മനസ്സിലായി. ശരീരമാകലും ആ തണുപ്പ് നന്നായി കയറി തുടങ്ങുന്നു. എങ്ങനെ ഉറങ്ങുമെന്ന് ചിന്തിച്ചിരുന്ന ജയ്യെ ശരീരം തണുപ്പ് കൊണ്ട് പുതയുമ്പോൾ ജയ്ക്ക് എന്ത് ചെയ്യണമെന്നറിയില്ലായിരുന്നു. അടുത്ത് കിടക്കുന്ന മീനുവിനെ ഒന്ന് വിളിക്കാനോ ജയ്ക്ക് തോന്നിയില്ല. ഒന്നും സംഭവിക്കാത്തതുപോലെ അവൾ കിടന്നുറങ്ങുന്നു ശാന്തമായിട്ട്. ഇങ്ങനെയൊരു പെണ്ണോ? എങ്ങനെ ഇവളെൻ്റെ ഭാര്യയായി? ഞാൻ എന്തിന് ഇവളെ വിവാഹം കഴിച്ചു? പെട്ടെന്ന് ഇങ്ങനെയൊക്കെ പെരുമാറാൻ മാത്രം ഇവൾക്ക് ഇനി വല്ല മാനസിക രോഗമോ മറ്റോ ഉണ്ടാവുമോ? ജയ്യുടെ ചിന്തകൾ ഒരുപാട് കാട് കയറി. ഇവളുടെ ആദ്യ വിവാഹം പെട്ടെന്ന് ഒഴിവാക്കിയതായിരിക്കുമോ? അയാൾ മാനസരോഗിയാണെന്ന് അറിഞ്ഞിട്ട് ഒഴിവാക്കിയതായിരിക്കുമോ? അങ്ങനെ വല്ലതുമാണെങ്കിൽ എൻ്റെ കർത്താവേ, ഞാൻ തലയിലെടുത്ത് വെച്ച കുരിശ് എത്ര വലിയ കുരിശാ! 1 വർഷം
ഞാൻ എങ്ങനെ അവളെ സഹിക്കുക? ആദ്യ രാത്രി തന്നെ ഇതാണ് എൻ്റെ അവസ്ഥ. അപ്പോൾ ഇനിയുള്ള ഈ ഒരു വർഷം ഞാൻ എന്തൊക്കെ അനുഭവിക്കേണ്ടി വരും? ഒന്നും ചിന്തിക്കാതെ എടുത്തു ചാടി വിവാഹം കഴിച്ചപ്പോൾ ഓർക്കണമായിരുന്നു ഞാൻ ഇങ്ങനെയൊരു മണ്ടനായിപ്പോയല്ലോ. ജയ്യെ തന്നെ സ്വയം പഴിച്ചു. ചെയ്തു പോയ ഒരു വലിയ തെറ്റാണ്. അത് മനസ്സിലാക്കാൻ ഒരുപാട് വൈകി. ഒരു പെണ്ണ് വന്ന് കെഞ്ചി പറഞ്ഞ് വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞപ്പോൾ അവളെക്കുറിച്ച് ഒന്നും ആലോചിക്കാതെ, ഒന്നും ചിന്തിക്കാതെ, അവളെക്കുറിച്ചൊന്നും അന്വേഷിക്കുക പോലും ചെയ്യാതെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു. ഇതിനേക്കാളും വലിയൊരു പൊട്ടത്തരം വേറെയുണ്ടോ? ജയ്യെ തന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. ആ രാത്രി ഒന്ന് വെളുക്കണേ എന്ന് പ്രാർത്ഥനയും. തൻ്റെ ശരീരം കൂട്ടിക്കെട്ടി കിടന്നുറങ്ങുന്ന ഒരവസ്ഥ, അത് ജീവിതത്തിൽ ഇന്ന് വരെ ജയ് അനുഭവിച്ചിട്ടില്ലാത്തതാണ്. അതുകൊണ്ട് തന്നെ എത്ര ശ്രമിച്ചിട്ടും അതിനെ ഉൾക്കൊള്ളാൻ ജയുടെ മനസ്സ് തയ്യാറായില്ല. മീനു വന്ന പെണ്ണിനോട്, തൻ്റെ ഭാര്യയോടും ഇതുവരെ ദേഷ്യമായിരുന്നില്ല, യാതൊരു ഫീലിങ്സും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്നു മുതൽ താൻ അവളെ വെറുക്കുന്നു. എന്തിനാണ് അവളെ വെറുക്കുന്നതെന്ന് പോലും അവൻ അറിയില്ല. പക്ഷേ ഒന്ന് മാത്രം അറിയാം, തന്നിലെ പുരുഷനെ ഇത്രത്തോളം അവിശ്വസിച്ച് തന്നെ ബന്ദിയാക്കിയവൾ. ഇന്നു മുതൽ അവളോട് തനിക്ക് വെറുപ്പല്ലാതെ മറ്റൊന്നും ഉണ്ടാവില്ല. ഇത്രത്തോളം ക്രൂരത കാണിക്കാൻ മാത്രം ഒരു തെറ്റും ഞാൻ അവളോട് ചെയ്തിട്ടില്ല. എന്നിട്ടും അവൾ എന്തിന് തന്നെ ഇങ്ങനെ ചെയ്യുന്നു? ജയ്യെ തന്നെ സ്വയം കുറ്റപ്പെടുത്തി മണിക്കൂറുകൾ നീക്കാൻ ശ്രമിച്ചു. ഉറങ്ങണേ എന്ന് കണ്ണിനോട് പ്രാർത്ഥിക്കുന്നു. എന്നിട്ടും ജയ്ക്കത് സാധിക്കുന്നില്ല. ആ വലിയ മുറിയിലെ ആർഭാടകരമായ ജീവിതം ജയ്ക്ക് ഒറ്റ രാത്രി കൊണ്ട് വെറുത്തു. ഒരേ ഒരു രാത്രി ഈ ലോകത്തുള്ള സകല പെണ്ണിനെയും വെറുക്കാൻ തോന്നിയ നിമിഷം. എന്ത് സംഭവിക്കും ഇനി? തൻ്റെ ജീവിതത്തിലെ ഒരു വർഷം വാക്ക് നൽകിപ്പോയി ഇവളെ സഹിച്ചോളാമെന്ന്. ഒരു വർഷം താനിനി ഇങ്ങനെ സഹിക്കും? എന്ത് ചെയ്യും? ഇവളിനി ഭ്രാന്തിയോ മറ്റോ ആണോ? അല്ലെങ്കിൽ ഒരു സാധാരണ പെണ്ണ് പെരുമാറുന്നത് പോലെയല്ലല്ലോ അവൾ തന്നോട് പെരുമാറിയത്. പെട്ടെന്നുണ്ടായ അവളുടെ ഭാവമാറ്റം അവളൊരു മാനസിക രോഗിയാണോ എന്നതിലേക്കാണ് ജയുടെ ചിന്തകൾ കടന്നുപോയത്. ജയ് പ്രാർത്ഥിച്ചും സ്വയം പഴിച്ചും ആ രാത്രി വെളുപ്പിച്ചു.